ഇത്തവണ കേരളത്തിൽ താമരത്തരംഗമുണ്ടാകുമെന്ന് പറഞ്ഞ് ബി.ജെ.പിക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടികളാണ് ലഭിച്ചത്. ഏറെ പ്രതീക്ഷിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുമുന്നണി വിജയിച്ചപ്പോൾ ബി.ജെ.പിക്ക് ഒരിഞ്ച് മുന്നേറാനായില്ല. തൃശൂരിൽ ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥിയും ബി.ജെ.പി സംസ്ഥാന വക്താവുമായ ബി ഗോപാലകൃഷ്ണൻ തോറ്റു തുന്നം പാടി. ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റായ കുട്ടൻകുളങ്ങര ഡിവിഷനിൽ നിന്നാണ് ഗോപാലകൃഷ്ണൻ പരാജയപ്പെട്ടത്. ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷും 8 നിലയിൽ പൊട്ടി. വെങ്ങാനൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് എസ് സുരേഷ് പരാജയപ്പെട്ടത്. പരാജയത്തിന്റെ കാരണം LDFും UDFും ചേർന്ന് വോട്ട് മറിച്ചെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ പരാജയത്തിന് കാരണം കെ സുരേന്ദ്രനാണെന്നും പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റമാണെന്നുമാണ് ബി.ജെ.പി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ബി.ജെ.പിയുടെ ഏക MLA ആയ രാജഗോപാലും ബി.ജെ.പി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. സ്വർണ്ണക്കടത്തിനും സ്വപ്നക്കും പുറകെ എല്ലാവരും പോയപ്പോൾ പിണറായി സർക്കാർ വികസനത്തിന് പുറകെ പോയി. ജനങ്ങൾക്ക് വികസനമാണ് ആവശ്യമെന്നും ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചെന്നും എന്നാൽ കെ സുരേന്ദ്രന് സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ സേവിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാർ വിജയിച്ചു. അതായത് ബി.ജെ.പിയുടെ ഏക MLA പോലും പറഞ്ഞു പിണറായിട എന്ന. പിണറായി വിജയന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കരുത്തായതെന്നും ബി.ജെ.പി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. ഇടതുമുന്നണിയെപ്പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് സാധിച്ചില്ലെന്നും വിലയിരുത്തപ്പെടുന്നു. ഇടതുമുന്നണി ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ കേരളം പിടിക്കുക എളുപ്പമാവില്ലെന്നും ദേശീയ നേതൃത്വവും വിലയിരുത്തുന്നുണ്ട്. അതിനാൽ തന്നെ ബി.ജെ.പിയുടെ കേരള നേതൃത്വത്തെ പൊളിച്ചെഴുതാനും ദേശീയ നേതൃത്വം ആലോചിക്കുന്നുണ്ട്. നേരത്തെ കേന്ദ്ര നേതൃത്വത്തിന് തിരുവനന്തപുരവും തൃശൂരും പിടിക്കുമെന്ന സന്ദേശമാണ് കെ സുരേന്ദ്രൻ നൽകിയത്. എന്നാൽ ഫലമറിഞ്ഞപ്പോൾ നിരാശയായിരുന്നു ഫലം. തെരഞ്ഞെടുപ്പ് തോൽവിക്കു പിന്നാലെ പല ബി.ജെ.പി നേതാക്കളും സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോടെ കെ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനം എത്ര കാലം കൂടി തുടരുമോ എന്ന ചോദ്യവും ബാക്കിയാണ്. ബി.ജെ.പിയിലെ ഗ്രൂപ്പ് വൈര്യം പരസ്യമാണ്. ഇത് കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രി വി മുരളീധരനും തമ്മിൽ ചേരിപ്പോര് ബി.ജെ.പിയിൽ പരസ്യമാണ്. തിരഞ്ഞെടുപ്പിന് മുന്നേ ഈ തമ്മിലടി പ്രകടമായിരുന്നു. സുരേന്ദ്രൻ സ്വന്തം ഗ്രൂപ്പിന്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്നാണ് പരാതി. ഇത്തവണ ഏറ്റവും മികച്ച അവസരമായിട്ടും ഈ തമ്മിലടി കാരണമാണ് നേട്ടമുണ്ടാക്കാൻ സാധിക്കാതിരുന്നതെന്നും കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ബി.ജെ.പിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് എന്നും തലവേദനയാണ്. ആഭ്യന്തര പ്രശ്നം ഇനിയും രൂക്ഷമായാൽ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാനും ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് പദ്ധതിയുണ്ട്. അത്തരത്തിൽ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയാൽ അടുത്ത മിസോറാം ഗവർണർ സ്ഥാനം ഉറപ്പായെന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നത്. നേരത്തെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്ന കുമ്മനം രാജശേഖരനും ശ്രീധരൻ പിള്ളയെയും ദേശീയ നേതൃത്വം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മിസോറാം ഗവർണറായി നിയമിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid. Soft on hands.